നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഫോർ ദ പീപ്പിളിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ ഈ പരിപാടിയിൽ ഞാൻ ചന്ദ്രസേനൻ, എന്നോടൊപ്പം അനീഷ് തകടിയിൽ. അനീഷ്, ഇന്ന് നമുക്കൊരു പൊതുവായ ഒരു സാമൂഹ്യ പ്രശ്നം ചർച്ച ചെയ്യാൻ വിചാരിക്കുന്നു. പൊതുവായ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്, യാതൊരു സംശയമില്ല. ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് 2003, 2004 കാലഘട്ടത്തിൽ ഞാനൊന്ന് ദുബായ് ഏഷ്യാനെറ്റ് റേഡിയോയിൽ ജോലി നോക്കുന്ന സമയത്ത് അന്ന് നമ്മൾ തമ്മിൽ എന്നൊരു പരിപാടി ഉണ്ടായ ചർച്ച, ഇപ്പോഴത്തെ പ്രവാസി ഭാരതീയുടെ ജനകീയം പോലൊരു പരിപാടി. ആ നമ്മൾ തമ്മിൽ പരിപാടിയിൽ നമ്മളന്ന് എടുത്തൊരു വിഷയമാണ് സ്ത്രീധനം ഒരു സാമൂഹ്യ വിപത്ത്. 3.5 മാസക്കാലം നമ്മൾ ചർച്ച ചെയ്തു. 3.5 മാസം കണ്ടിന്യൂസ് ആയിട്ട്, ശനി ഞായറും ഇല്ല, ബാക്കി എല്ലാ ദിവസവും അല്ല, വെള്ളി ശനിയില്ല, ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 1:10 അന്ന് ഏഷ്യാനെറ്റ് റേഡിയോ 657 AM നമ്മൾ തമ്മിൽ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് സ്ത്രീധനം ഒരു സാമൂഹ്യ വിപത്ത്. അന്നും ആ കാലഘട്ടത്തിൽ കേരളത്തിലെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ചില ദുരന്തങ്ങൾ, ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുത്തത്. 3.5 മാസക്കാലം നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി എന്തുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും തോന്നാം. പക്ഷേ നമ്മൾ അതിശയപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ചെറുപ്പക്കാർ ആ പരിപാടിയിൽ പങ്കെടുക്കട്ടെ. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അതിൽ പങ്കെടുത്ത 4ഓളം ചെറുപ്പക്കാർ അവർ റേഡിയോയിൽ വന്ന് സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു, ഞങ്ങൾ ഈ റേഡിയോയിലൂടെ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്, ഞങ്ങളിത് അവിവാഹിതരാണ്, ഞങ്ങൾ വിവാഹം കഴിക്കുന്ന അവസരത്തിൽ 5 പൈസ പോലും ഞങ്ങൾ സ്ത്രീധനം വാങ്ങില്ല എന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ സാക്ഷി നിരത്തി ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ റേഡിയോയിലൂടെ നടത്തുന്ന സത്യപ്രതിജ്ഞയ്ക്ക് വലിയ പ്രാധാന്യം ആരും കൊടുക്കാറില്ല. ജനുവരിയിൽ പുകവലി നിർത്തും എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൂ, സമയമായി എടുത്തത് എന്ന് വിചാരിച്ച് നമ്മളതിനെ അത്ര ഗൗരവത്തോടെടുത്തില്ല. പക്ഷെ മാസങ്ങൾ പലത് കഴിഞ്ഞൊരു 5-6 മാസം കഴിഞ്ഞപ്പോൾ അതിലെ 2 ചെറുപ്പക്കാർ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഈ റേഡിയോയിലെത്തി. എത്തിയപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്ന പരിപാടി തന്നെയാണ് ഈ നമ്മൾ തമ്മിൽ തന്നെ മറ്റൊരു വിഷയം. അപ്പോഴാ വേറെ വിഷയം, ഇത് 3.5 മാസം കൊണ്ട് തീർന്നല്ലോ. അപ്പോൾ അവരെന്നെ പരിചയപ്പെടുത്തി, സാറിന് ഓർമ്മയുണ്ടോ എൻ്റെ പേര് ഇന്നാരാണ്? അപ്പം ഞാൻ പറഞ്ഞു, അത്ര ഓർക്കുന്നില്ല, ഞാനൊന്ന് സ്ത്രീധനം ഒരു സാമൂഹ്യ വിപത്ത് എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ അന്ന് വന്നിരുന്നു. അന്ന് അവിവാഹിതനായിരുന്നു, ഇപ്പോഴും ഞാൻ വിവാഹിതനാണ്. കഴിഞ്ഞ മാസമാണ് എൻ്റെ കല്യാണം നടന്നത്. ഞാൻ 5 പൈസ സ്ത്രീധനം വാങ്ങാതെയാണ് കല്യാണം കഴിച്ചത്. നിങ്ങളുടെ റേഡിയോയിലൂടെ ആ ഒരു പ്രഭാഷണ അല്ലെങ്കിൽ ചർച്ചാ പരിപാടി കേട്ടതിനെ തുടർന്നാണ് എനിക്ക് അങ്ങനെ പ്രചോദനം ഉണ്ടായത്. ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനന്ന് ലൈവിൽ കയറി അങ്ങനെ പറഞ്ഞത്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴത്തെ സാധ്യമാക്കിയിട്ടുണ്ട് എന്ന് പറയുണ്ടായി. അങ്ങനെ 4ഓളം ചെറുപ്പക്കാർ അന്ന് ഈ ചർച്ച കേട്ടിട്ട്, സ്ത്രീധനം ഒരു സാമൂഹ്യ വിപത്ത് എന്ന വിഷയത്തെ സംബന്ധിച്ച് ചർച്ച കേട്ടിട്ട് അവർ കല്യാണം കഴിക്കുന്ന അവസരത്തിൽ ഒരു കാരണവശാലും 5 പൈസ പോലും പെൺകുട്ടിയുടെ വീട്ടുകാരിൽ നിന്ന് സ്ത്രീധനമായി വാങ്ങില്ല എന്ന് പ്രതിജ്ഞയെടുത്ത ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഇത് 2004 എൻ്റെ ഓർമ്മ. ഇപ്പം നമ്മൾ 2024 കടക്കുന്നു. 20 വർഷം കഴിഞ്ഞു. പക്ഷേ സാമൂഹ്യ ചുറ്റുപാടുകളിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നത് ചിന്തനീയമാണ്. തീർച്ചയായിട്ടും അല്ലേ? അതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ സ്ത്രീധനം ഒരു സാമൂഹ്യ വിപത്ത് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സംസാരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എനിക്കിതിനകത്ത് വൈകാരികമായി ചിലപ്പോൾ വിഷയത്തോട് അടുപ്പം കൂടും. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ അച്ഛന്മാർ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഉണ്ടാകും. പക്ഷെ പെൺകുട്ടികളുടെ അച്ഛന്മാർക്ക് മാത്രം വൈകാരികമായി ഇതിനോടൊരു താല്പര്യം ഉണ്ടായാൽ പോരാ. ആൺകുട്ടികൾക്കുണ്ടാവണം, ആൺകുട്ടികളുടെ അച്ഛന്മാർക്കുണ്ടാവണം, ആൺകുട്ടികളുടെ അമ്മമാർക്കും ഉണ്ടാവണം. എന്തുകൊണ്ട് നമുക്കുണ്ടാകുന്നില്ല? ഈ വിദ്യാഭ്യാസപരമായി സാമൂഹ്യമായ അറിവിനെ സംബന്ധിച്ച് ഒക്കെ തന്നെ നമ്മൾ ഒരുപാട് മുന്നേറിയിട്ടുണ്ട്, നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. നമ്മളെപ്പോഴും നവോത്ഥാനത്തെക്കുറിച്ചും നവകേരളത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. ഏത് വിഷയത്തെ സംബന്ധിച്ച് ഏതൊരു മാധ്യമം സംസാരിച്ചാലും അതിനകത്ത് ഒരു നവോത്ഥാനം എന്നൊരു വാക്ക് തിരികെ കയറ്റാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നൊരു കാലഘട്ടത്തിൽ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിലുണ്ടായ ദുരന്ത സംഭവം തന്നെയാണ് പ്രിയപ്പെട്ടവരെ പ്രവാസി ഭാരതി വിഷ്വൽ റേഡിയോ കൊണ്ടും ഇത്തരത്തിലൊരു വിഷയം ചർച്ച ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. സ്ത്രീധനം ഒരു സാമൂഹ്യ വിപത്ത് എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചില്ലേ? എത്ര വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതിൻ്റെ ചർച്ച തുടങ്ങിയതാണ്. എന്തെങ്കിലും അതിൽ ഗുണപരമായൊരു മാറ്റം ഉണ്ടായോ? ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചില ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ചില നല്ല ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാമെങ്കിലും വിദ്യാസമ്പന്നർക്കിടയിൽ പോലും സ്ത്രീധനത്തോടുള്ള ആർത്തി കുടുംബങ്ങളെ
നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവന് ഹാനി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അതെ. നമ്മൾ ഈ വിഷയം വീണ്ടും അവതരിപ്പിക്കുന്നത്. അതെ. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ അഭാവമാണ് ഇത്തരം ചിന്തകൾക്കും ഇത്തരം പ്രവണതകൾക്കും കാരണമെന്ന് നമ്മൾ ധരിച്ചിരുന്നു ഒരു കാലത്ത്. പക്ഷേ പണ്ടൊരു നാടകത്തിൽ നമ്മൾ കേട്ടതുപോലെ വിദ്യാഭ്യാസം വിവരമില്ലായ്മയ്ക്കൊരു പ്രതിസന്ധിയല്ല. അല്ല, വിദ്യാഭ്യാസം വിവരമില്ലായ്മയ്ക്കൊരു പ്രതിസന്ധിയല്ല. അതാണ് ഇപ്പം നമുക്ക് ഈ ഒരു ഡോക്ടറുടെ മരണത്തെ തുടർന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അല്ലേ? അതെ. അപ്പോൾ നമ്മൾ എത്ര തന്നെ പുരോഗമനം പറഞ്ഞാലും, എത്ര തന്നെ പുരോഗമനം പ്രസംഗിച്ചാലും, എത്ര തന്നെ വിപ്ലവം നമ്മൾ മുഷ്ടി ചുരുട്ടിയൊക്കെ തന്നെ ഉയർത്തി പറഞ്ഞാലും, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമുക്കിത്തരം നല്ല ഗുണങ്ങൾ പകർത്തുവാനും അത് നമുക്ക് പ്രായോഗികവൽക്കരിക്കുവാനും ഇതേവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മെ മലയാളികളെ ലജ്ജിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും. ഏത് തരത്തിൽ ഇതിനെ പരിഹരിക്കാൻ പറ്റും? എവിടെയാണ് തുടങ്ങേണ്ടത്? ബോധവൽക്കരണത്തിൻ്റെ അഭാവമാണോ? ഈ കാശിനോടുള്ളൊരാർത്തിയും പ്രണയത്തിനപ്പുറത്തേക്ക് പണത്തിനോടുള്ളൊരാർത്തി. പ്രണയം തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ. അതെ. പ്രണയം ഒരു പരിധി കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവിടെ വരുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ പണം തന്നെയാണ്. ഈ പണം കൊണ്ട് എന്തിനാണ് ഇത്രയും പണത്തിൻ്റെ ആവശ്യം? ഇത്രയും ആർത്തി എന്തിനാണ്? അല്ലേ സാർ, ഇതിലിപ്പോൾ ഒരു പ്രശ്നം വരുന്നത് ഇപ്പം വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ? അല്ല. കാരണം ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഡോക്ടർ നമ്മെ വിട്ടുപിരിഞ്ഞ ആ ഒരു കുട്ടി, അത് വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. അതിൽ പ്രതിസ്ഥാനത്തുള്ള ആളും വിദ്യാഭ്യാസമുള്ള ആളാണ്. അതെ. രണ്ടാമത്തെ കാര്യം സാമൂഹ്യമായ ചുറ്റുപാടുകൾ. സാമൂഹ്യമായ നല്ല ചുറ്റുപാടിലുള്ള ഒരുപാട് കുട്ടികൾ ഈ ഒരു കഴിഞ്ഞ 10 വർഷത്തിനിടെ ജീവൻ വെടിഞ്ഞു. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വീട്ടുകാരുടെ പ്രഷർ കാരണം ആത്മഹത്യ ചെയ്ത ഒരുപാട് കേസുണ്ട്. ഉത്രയുടെ മരണം ഉൾപ്പെടെ. അത് സാമൂഹ്യമായിട്ടൊക്കെ സൗണ്ടായിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വന്നിട്ട് പോലും അത്തരത്തിൽ അനുഭവിക്കേണ്ടി വന്നു. അപ്പം അതല്ല, നിയമം, സ്ത്രീധന നിരോധന നിയമം നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അത് ശക്തമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. ഓരോ കേസ് വരുമ്പോഴും നമ്മളത് കൃത്യമായിട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിയമത്തിന്റെ പ്രശ്നമല്ല. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും, നിയമമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അത്യാവശ്യ സമ്പത്തുണ്ട്, എന്നിട്ട് പോലും ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം മുഴുവൻ എവിടെ നിന്നാണെന്നുള്ളത് അടിവേര് മുതൽ ചിന്തിക്കേണ്ടി വരുന്നത്, അല്ലേ? ഇതിൽ ശ്രോതാക്കളായ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവാസി ഭാരതി വിഷ്വൽ റേഡിയോയുടെ പ്രേക്ഷകർ, ഈ നമ്മൾ വിഷ്വൽ റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളുടെ ഓഡിയോ നമ്മുടെ ഓൺലൈൻ റേഡിയോയിലും വരുന്നുണ്ട്. അത് കേൾക്കുന്നവരുമുണ്ട്. നമ്മുടെ റേഡിയോ പ്രവാസി ഭാരതി റേഡിയോ നിർത്തിയിട്ടൊന്നുമില്ല. അതൊരു ഫ്രീക്വൻസി ബേസ്ഡ് റേഡിയോയിൽ നിന്ന് മാറി ഇൻ്റർനെറ്റിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് മാറി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ കണക്ട് ചെയ്ത് തീർന്നില്ലേ എന്ന് ചോദിക്കുന്നവർക്കൊരു മറുപടിയാണ് കേബിൾ വലിച്ച് തീർന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നവർക്ക്. പക്ഷേ ഇതെല്ലാം നമ്മൾ പ്രക്ഷേപണം ചെയ്ത് നമുക്കിത് വിശദമായി തന്നെ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത്, പണത്തിനോടുള്ള ആർത്തിക്ക് ഈ വിദ്യാഭ്യാസം തടസ്സമാവുന്നില്ല. കാരണം ഒരു സാധാരണ ആൾക്കാരുടെ ആഗ്രഹങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ലക്ഷൂറിയസ് ലൈഫിനോട് നമ്മൾ യുവജനതയ്ക്ക് കൂടുതൽ താല്പര്യം വർദ്ധിച്ചു വരുന്നുണ്ടോ സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഒരു ഡോക്ടർ, ഒരു നിലവാര സമൂഹത്തിൽ വളരെ സ്ഥാനമുള്ളൊരു ജോലിയാണ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ, വളരെ ഉത്തരവാദിത്വമുള്ളത്, ഒരുപാട് മാനസികമായ തയ്യാറെടുപ്പുകളുള്ളത്. അപ്പോൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഒരാളൊരു ഡോക്ടറായി മാറുന്നത്, എന്തുമാത്രം അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ രക്ഷാകർത്താക്കൾക്ക്, ആ കുട്ടിക്ക്, മറ്റു കൂടെ നിൽക്കുന്നവർക്കൊക്കെ തന്നെ ഉണ്ട് അധ്വാനം. അപ്പോൾ അത്തരത്തിലൊരു നല്ല ഒരു ഉന്നതമായൊരു സ്ഥാനത്തേക്ക്, സമൂഹത്തിൽ വിലയും നിലയുമുള്ളൊരു സ്ഥാനത്തേക്ക് എത്തപ്പെട്ടിട്ട് പോലും പണത്തിനോടുള്ള ആർത്തിക്കപ്പുറത്തേക്ക് ഒരു ലക്ഷൂറിയസ് ലൈഫിനോടുള്ള, ഒരു ആഡംബര ജീവിതത്തോടുള്ള അത്യാർത്തി നമ്മുടെ യുവജനങ്ങളെ ഇപ്പോഴും പിടികൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ട്, ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് മാത്രമല്ല സാർ, യുവാക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ഒരു പഞ്ചതന്ത്രം കഥയുണ്ട്, ചുരുക്കി പറയാം. അതായത് ഒരു കാട്ടിലെ മരങ്ങൾ മുഴുവൻ ഒരു മരംവെട്ടുകാരൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ള മരങ്ങളെല്ലാം കൂടെ ഓടിപ്പോയി മരങ്ങളുടെ രാജാവായ ആൽമരത്തിനോട് പോയി പരാതി പറഞ്ഞു, ഞങ്ങളെങ്കിലും രക്ഷിക്കണം, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആൽമരം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാള് അയാളെ സഹായിക്കുന്നുണ്ട്, അതാണ് ഇതിൽ പ്രശ്നമെന്ന് പറഞ്ഞു. അപ്പൊ മരങ്ങൾ പോയി നോക്കുമ്പോൾ ശരിയാണ്, ഒരാൾ സഹായിക്കുന്നുണ്ട്. വേറെ ആരുമല്ല, ഈ കോടാലിയുടെ പിടി, അതും മറ്റൊരു മരമാണ്. അപ്പോ ഈ കേസുകളെല്ലാം നോക്കി, ഈ സ്ത്രീധനത്തിന്റെ കേസുകളെല്ലാം നോക്കുമ്പോൾ ഒന്നാമത്തെ പ്രതി ഒരു പയ്യനാണെങ്കിൽ രണ്ടാമത്തെ പ്രതി ആ പയ്യന്റെ അമ്മയാണ്, അതായത് അമ്മായി അമ്മയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എവിടെയാണ് ഇത് തുടങ്ങേണ്ടതെന്ന് ഈ സ്ത്രീകൾ ഉൾപ്പെടെ ചിന്തിക്കേണ്ടതല്ലേ? ഒരു പുരുഷ സമൂഹത്തിന് മാത്രം നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ തന്നെ ഇങ്ങനൊരു വശവും കൂടെ ഉണ്ട്. വളരെ വാലിഡ് ആയിട്ടൊരു പോയിന്റാണ് അനീഷ് പറഞ്ഞത്. ഇതിനകത്ത് സ്ത്രീധനം ആവശ്യപ്പെടുന്ന വരനെ മാത്രമല്ല കുറ്റപ്പെടുത്തേണ്ടത്, അവരുടെ കുടുംബാംഗങ്ങൾ വരുമ്പോൾ അതിനകത്തും ഒരു സ്ത്രീയുടെ പങ്ക് വരുന്നുണ്ട് അല്ലേ? സ്ത്രീയുടെ പങ്കുമുണ്ട്, പുരുഷന്റെ പങ്കും വരുന്നുണ്ട്. എനിവേ, എന്തായാലും ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു മാർക്കറ്റായിട്ട് മാറുകയാണ്. അപ്പം ഞാൻ എൻ്റെ മകനെ
എൻ്റെ മകളെയല്ല എൻ്റെ മകനെ ഞാൻ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കി കഴിഞ്ഞാൽ ആ ഡോക്ടറായി അവനൊരു MD കൂടെ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയൊരു ഉദ്യോഗത്തിലേക്ക് അവൻ എത്തുകയാണെങ്കിൽ, പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബാർഗെയിനിങ് പവറാണ്. അതെ, എൻ്റെ മകനൊരു MD കഴിഞ്ഞ ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിലുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിലൊരു ഉന്നത ഉദ്യോഗസ്ഥൻ, അത് വെച്ചിട്ട് വിലപേശാം എന്നുള്ളൊരു ചിന്ത ഈ അച്ഛനും അമ്മയ്ക്കും വരുന്നു. ഇവർക്കും പെൺമക്കളുണ്ടേ. മാത്രമല്ല ഈ അമ്മയും മുമ്പ് ഒരു പെൺകുട്ടിയായിരുന്നു വിവാഹം കഴിച്ചു വന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നത്? അതെ, ആഡംബരത്തോടുള്ള അമിതമായ അത്യാർത്തി, അല്ലെങ്കിൽ നമ്മൾ തിരുവനന്തപുരം ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ആക്രാന്തം, അത് തന്നെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം. തീർച്ചയായിട്ടും. നേരത്തെ മുമ്പ് അഞ്ചലുണ്ടായ സംഭവത്തിൽ അതും ഒരു സാധാരണഗതിയിൽ സഞ്ചരിക്കാവുന്ന ഒരു വാഹനം ആ പെൺകുട്ടിയുടെ വീട്ടുകാർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോരാ, BMW യാത്ര ചെയ്യുള്ളൂ. അതെ, ഈ വന്ന സംഭവം ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായാലും BMW കാറ് തന്നെ വേണം ഓടിക്കാൻ. അപ്പോൾ അത്തരത്തിലൊരു സുഖ സൗകര്യങ്ങൾ കിട്ടിയേ മതിയാവൂ എന്നും ആ സുഖ സൗകര്യങ്ങൾ നേടാനുള്ളൊരു മാർക്കറ്റായിട്ട് മാരേജിനെ കാണുന്ന ഒരു പ്രവണതയ്ക്ക് മാറ്റം വന്നിട്ടില്ല. മാത്രമല്ല സാർ, ഈ സുഖ സൗകര്യങ്ങൾ ഇപ്പോൾ BMW തന്നെ യാത്ര ചെയ്യണമെന്നുള്ള ഒരാളിൻ്റെ ആവശ്യമാണെങ്കിൽ ഓക്കെ, അത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കി വാങ്ങണം. അതെ അല്ലേ? അതെ അതെ അതിനുവേണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കല്യാണ മാർക്കറ്റിലാണ് നമ്മളതിനെ വിലപേശിക്കൊണ്ട് നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. എന്ത് മോശമായൊരു പ്രവണതയാണ് ഈ വിദ്യാർത്ഥികൾക്കിടയിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ. ഇത് പറയുമ്പോൾ ചെറുപ്പക്കാരായ നിങ്ങളിതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെ വീട്ടിലും ഉണ്ടല്ലോ നമുക്ക് പെങ്ങന്മാർ, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് നമുക്കുണ്ടല്ലോ പെൺകുട്ടികൾ. പാടുണ്ടോ ഇത് ഈ ഒരു ആധുനിക സമൂഹത്തിൽ? എന്തെല്ലാം കാര്യങ്ങൾ സംബന്ധിച്ചാണ് നമ്മൾ 1-ാം നമ്പർ നമ്മൾ അവകാശപ്പെടുന്നത്? നമുക്കതിനുള്ള എന്തെങ്കിലും യോഗ്യതയുണ്ടോ? നമുക്ക് ഉണ്ടോ? ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാരെങ്കിലും? ഇതിനെ വിലപേശാൻ വേണ്ടി ചെറുപ്പക്കാരെ, വരന്മാരെ, അതാണ് ഉദ്ദേശിച്ചത്, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന അച്ഛനും അമ്മയും ഇത് ചിന്തിച്ചിട്ടുണ്ടോ സമൂഹത്തിൽ? ഇത് നാട്ടുകാർ അറിഞ്ഞാലുണ്ടാകാവുന്ന ഭവിഷ്യത്തിനെ സംബന്ധിച്ച് നിയമപരമായി ഇത് നേരിടാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങളൊരു ഒരു ചെറിയൊരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? എവിടെ നിന്നാണ് ഈ ചിന്ത വരേണ്ടത്? ആരാണ് നിങ്ങളിലേക്ക് ചിന്ത കൊണ്ടുവരേണ്ടത്? തീർച്ചയായിട്ടും ശക്തമായി മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. ഉറപ്പായും ഒരു സംശയം അക്കാര്യത്തിൽ. പ്രവാസി ഭാരതി പോലുള്ളൊരു ചെറിയ മാധ്യമം പ്രതികരിച്ചുകൊണ്ടൊന്നും ഒന്നും അനങ്ങാൻ പോകുന്നില്ല. പക്ഷേ ശക്തമായൊരു ബോധവൽക്കരണത്തിൻ്റെയും ശക്തമായ ഈ നിലപാടുകളുടെയും ഒരു അഭാവം തന്നെയാണ് ഇതിലേക്ക് കൊണ്ടുപോകുന്നത്. വളരെ ദുഃഖകരമായ ഇത് നമ്മൾ അറിഞ്ഞതുകൊണ്ടാണ്. ഇത് അറിയാത്ത എത്ര എണ്ണമുണ്ട്, എത്ര സ്ഥലങ്ങളിൽ അറിയുന്നില്ല. ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. അത് അത്തരത്തിലൊരു വലിയ ദുരന്തത്തിലേക്ക് പോയപ്പോഴാണ് നമ്മൾ എത്ര കുടുംബങ്ങൾ ചിന്ന ഭിന്നമായിട്ടുണ്ട്, അല്ലേ? ഇതിപ്പോൾ ഒരു ആത്മഹത്യയിലേക്ക് എത്തിയത് കൊണ്ടാണ് ഇത് ഇത്രയും വലിയൊരു ഇതിലേക്ക് എത്തിയത്. അതേസമയത്ത് ഇതൊക്കെ തന്നെ അനുഭവിച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി കുടുംബജീവിതം നയിച്ചു പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഇപ്പോഴും സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നവരുണ്ട്. അവിടെ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാ വിഭാഗക്കാരിലും ഉണ്ട് ഇത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കും? എത്ര കൊല്ലങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങി? സാറ് തന്നെ പറഞ്ഞല്ലോ 20 വർഷം മുമ്പ്. അത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എൻ്റെ പ്രക്ഷേപണ ജീവിതത്തിൽ എന്നെ എന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഈ നമ്മൾ തമ്മിൽ എന്ന പരിപാടി. അത് ഏഷ്യാനെറ്റിൽ ശ്രീധരൻ നായർ സാർ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ദുബായ് ഏഷ്യാനെറ്റ് റേഡിയോയിൽ ഞാനും എനിക്ക് തൊട്ട് മുമ്പ് ശ്രീമതി സത്യഭാമ, ശ്രീ മൊയ്തീൻ ഗോയ തുടങ്ങിയവരൊക്കെ അവതരിപ്പിച്ച പരിപാടികളാണത്. അപ്പോൾ ഞാനവിടെ പിന്നീട് ജോയിൻ ചെയ്തപ്പോൾ ഞാൻ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ഈ സ്ത്രീധനം ഒരു സാധാരണ ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്ക് റേഡിയോയിൽ എടുത്താൽ ഒരാഴ്ച 5 ദിവസം, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയും കൂടെ 5 ദിവസം കൂടി, 5 വർക്കിംഗ് ഡേ ആണല്ലോ നമ്മൾ 10 ദിവസം. അതിലപ്പുറത്തേക്കൊന്നും ഒരു വിഷയം 3.5 മാസം ഒരിക്കലും 2 ആഴ്ച കൂടുതലൊന്നൊരു വിഷയം എടുക്കാൻ പറ്റില്ല. അത് ചതഞ്ഞു പോവില്ലേ പിന്നീട് അങ്ങോട്ട് ഒട്ടും കൊണ്ട്. പക്ഷെ 3.5 മാസക്കാലം നമ്മൾ ചെയ്തു. പക്ഷെ അന്നൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ഊർജ്ജമായിരുന്നു. പങ്കെടുത്തതിൽ ബഹുഭൂരിപക്ഷം പേരും ചെറുപ്പക്കാരായിരുന്നു. ബഹുഭൂരിപക്ഷം പേര് ചെറുപ്പക്കാർ. അതോടൊപ്പം തന്നെ സ്ത്രീധനമെന്ന ഒരു സാമൂഹ്യ വിപത്തിൻ്റെ ഒരുപാട് ദൂഷ്യവശങ്ങൾ അനുഭവിച്ച പിതാക്കന്മാർ, അച്ഛന്മാർ വന്ന് ഇതിനകത്ത് പൊട്ടിക്കരഞ്ഞത്. സ്ത്രീധനത്തിൻ്റെ പേരിൽ മക്കളെ കൊണ്ട് തിരിച്ചാക്കിയിട്ട് പോയി അവരെ ഇപ്പോഴും സംരക്ഷിക്കേണ്ടി വരുന്നു. ആ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഇപ്പോഴും അറബി വീട്ടിൽ അടുക്കള പണിയെടുക്കുന്ന പാവപ്പെട്ടവൻ്റെ കണ്ണുനീര് ആ റേഡിയോയിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടാവണം ഈ ചെറുപ്പക്കാർ പ്രതിജ്ഞയെടുത്തത്. ആ ചെറുപ്പക്കാർ ഇന്ന് നമ്മൾ വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം നമ്മളിപ്പോഴും നമിക്കുന്നു. കാരണം അവർ ആ റേഡിയോയിലെ ചർച്ച കേട്ടിട്ടാണെങ്കിൽ പോലും വിദ്യാഭ്യാസമുള്ളവരൊന്നുമല്ല,
വലിയ ഉന്നത കുലജാതരോ അല്ലെങ്കിൽ വലിയ വലിയ ജോലികൾ ചെയ്യുന്നവരോ ഒരു ഫ്യൂഷൻ മലയാളിയോ ഒന്നുമല്ല, സാധാരണക്കാരാണ്. ഫ്യൂഷൻ മലയാളിയല്ല, ഫ്യൂഡൽ മലയാളി. അതെ 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 അതെ, സാധാരണക്കാരായ ചെറുപ്പക്കാരാണെന്ന് ഈ ചർച്ച കേട്ടു. എത്ര അച്ഛന്മാരുടെ പിതാക്കന്മാരുടെ മനസ്സെന്നറിയോ അതിനകത്തൂടി തുറന്നത്. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ആ ഏഷ്യാനെറ്റ് റേഡിയോ നടത്തിയ ആ ഒരു ചർച്ചയൊക്കെ ഒരു ശബ്ദമായിരുന്നു ഗൾഫ് രാജ്യത്ത്. വാസ്തവത്തിൽ മാധ്യമങ്ങൾ എപ്പോഴും ഈ കാലത്തിന് നേരെ തുറന്നു വെച്ച കണ്ണാടി തന്നെ ആയിരിക്കണം. അതിനകത്ത് സാമൂഹ്യ പ്രശ്നങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. കാരണം നമുക്കിപ്പോൾ ഈ ഒരു പരിപാടി നമ്മൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ഇത് കാണുന്നത് ചിലപ്പോൾ ഒരു 10,000, 20,000, 50,000 പേര് ഇത് കണ്ടെന്ന് വരാം. അത്രയും പേര് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിനകത്തുള്ളൊരു ചെറിയ അംശത്തിന്റെ മനസ്സിലേക്ക് മാത്രമേ ചിലപ്പോൾ ഇത് കടന്നു ചെല്ലൂ. ഒരാളെങ്കിലും മനസ്സ്, പക്ഷെ അതിലെങ്കിലും ചെറിയൊരു മാറ്റം ഉണ്ടായാൽ അത് തന്നെ സമൂഹത്തിൽ വരുത്താൻ കഴിയുന്ന വലിയ മാറ്റങ്ങളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അർത്ഥശൂന്യമായ ചില ആഗ്രഹങ്ങളാണ് നമ്മുടെ മനസ്സിൽ വെച്ച് പുലർത്തുന്നത്. അതൊരിക്കലും പ്രായോഗികമല്ലാത്തതാണ്. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ മകനെ പഠിപ്പിച്ചു വലുതാക്കിയതിൻ്റെ പേരിൽ ഞാൻ അവനെ വെച്ചിട്ടൊന്ന് വിലപേശാൻ്റെ ശ്രമം നടത്താമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ കുഴി തോണ്ടുന്നതാണെന്ന് മനസ്സിലാക്കണം. ഉറപ്പായിട്ടും. അത് മറ്റൊരു കുടുംബത്തിൻ്റെ കണ്ണീര് കണ്ടിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരു സ്വസ്ഥതയും തരില്ല. മാത്രമല്ല സാർ, മറ്റൊരു കാര്യമുള്ളത് നമ്മുടെ പെൺകുട്ടികളോട്, നമ്മുടെ അനിയത്തിമാരോട് പറയാനുള്ളൊരു കാര്യം കൂടിയാണ്. ഇപ്പോൾ ഈ അവസാനമായിട്ട് ഇരയായ ഒരു പെൺകുട്ടിയുടെ കാര്യം തന്നെ പറയാം. ഒരു ഡോക്ടറാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, നമുക്ക് വിദ്യാഭ്യാസം തീർച്ചയായിട്ടും ജീവിക്കാനുള്ളൊരു കാര്യം തന്നെയാണ്. അതിനപ്പുറം ഒരു ആത്മവിശ്വാസം കൂടി ആയിരിക്കണം, അല്ലേ? ഒരു ഡോക്ടറാണ്, ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണ്. അത് തീർച്ചയായിട്ടും ഒരു ആത്മവിശ്വാസമാണ്. കാരണം ഇങ്ങനെ ഒരാൾ, അതായത് വിലപേശിക്കൊണ്ട് വരുന്ന ഒരാൾ വരികയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പോടാവെന്ന് തന്നെ പറയണം എന്ന് തന്നെ പറയണം. പക്ഷേ എന്നിരുന്നാലും ചില ചുറ്റുപാടുകളിൽ ചില കുട്ടികൾക്ക് അങ്ങനെ പറയാൻ കഴിയാതെ പോകാം. മാനസികം, ഇവർക്കൊന്നും ചതിക്കാൻ പഠിച്ചവരല്ലല്ലോ, മറ്റാരെയും ചതിക്കാൻ പഠിച്ചവരല്ലല്ലോ ഈ പാവം. അവരുടെ മനസ്സിലുണ്ടാകുന്ന ചില മോഹങ്ങൾ, ആ മോഹങ്ങൾക്ക് ചില ഭംഗം വരുമ്പോഴത്തേക്കുണ്ടാകുന്ന മാനസികമായ വിഷമം അത് മറ്റൊരാൾക്ക് ഉപദേശിക്കാൻ എളുപ്പമാണ്, അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവും. അവിടെ തീർച്ചയായിട്ടും വീട്ടുകാർക്ക് വലിയൊരു റോളുണ്ട്. എന്നിരുന്നാൽ തന്നെയും അനീഷ് പറഞ്ഞതുപോലെ ഇനി ഇങ്ങനെ വരുന്നതിനെ നമ്മൾ പോടോതണ്ട ജോലി നോക്കിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, യു ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മളെ മക്കൾ, പെൺകുട്ടികൾ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ പെൺകുട്ടികൾ ആർജിച്ചെടുത്തേ പറ്റൂ. കാരണം മക്കളെ, നമ്മൾ പോകുന്ന കാലം അത്ര സുഖകരമായൊരവസ്ഥയിലേക്കല്ല. അതിനെ അതിജീവിക്കാൻ, ആ പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാൻ, ഈ സ്ത്രീധനം ചോദിച്ചു വന്നവനെ മാറി നിൽക്കാൻ ഇനി എന്ത് വേണം, അല്ലേ? ഇനി എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ ഇനി എന്തുണ്ട് എന്നവർ ചോദിച്ചാൽ ഇനി 5 മിനിറ്റ് സമയമുണ്ട് നിങ്ങൾക്ക് ഇവിടെ എണീറ്റ് പോകാൻ എന്ന് പറയാൻ തക്ക പ്രാപ്തി നമ്മൾ നേടിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇനി ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാൻ, അല്ലേ? 20 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു മാധ്യമം, പ്രവാസി ഭാരതി റേഡിയോ അല്ല, ഏഷ്യാനെറ്റ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത സ്ത്രീധനം ഒരു സാമൂഹ്യ വിപത്ത് എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും സംസാരിക്കേണ്ടി വന്നതിൽ വിഷമമുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വിഷയം സംസാരിക്കേണ്ടി വരാതിരിക്കാൻ പെൺകുട്ടികൾ വേണ്ടുന്ന കരുത്ത് നേടണം. അതിന് വിദ്യാഭ്യാസം മാത്രം പോരാ, മാനസികമായി നേടണം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കുള്ള ചുറ്റുപാടുകൾ തീർച്ചയായിട്ടും അതിജീവിക്കാനുള്ള പ്രാപ്തി നമുക്ക് നേടിയേ മതിയാവും. നമ്മളീ കാണുന്നവരൊന്നും തന്നെ യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവരാവില്ല, അല്ലേ? സ്നേഹിക്കുന്നവരാവില്ല. അതിവിടെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല, ഏതൊരു രംഗത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാലും ശരി, നമ്മളെ തെറ്റിക്കാനും നമ്മളെ പറ്റിക്കാനും നമ്മളെ ചതിക്കാനും ഉള്ളവർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് കരുതി എല്ലാവരെയും അങ്ങനെ ഒരു മറ്റൊരു കണ്ണുകൊണ്ട് കാണണമെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ഒരു മൂന്നാം കണ്ണ് വേണം. പതിയിരിപ്പുണ്ട് നമുക്ക് ചുറ്റും ചില അപകടങ്ങൾ എന്നുള്ള തിരിച്ചറിയാൻ നമുക്ക് വേണം, അല്ലേ? ആ ഒരു തിരിച്ചറിവിൽ നിന്ന് നിങ്ങൾ ആർജിച്ചെടുക്കുന്ന നിങ്ങളുടെ ഒരു ഊർജ്ജം, നിങ്ങളുടെ ഒരു തൻ്റെ ഇടം, എനിക്ക് ജീവിച്ചേ മതിയാവൂ, എന്നെ പഠിപ്പിച്ച എൻ്റെ ബാപ്പിയോടും ഉമ്മയോടും, എന്നെ അതിനുവേണ്ടി പ്രേരിപ്പിച്ച എൻ്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് ചില കടപ്പാടുകളുണ്ട്. ആ കടപ്പാടുകൾക്ക് തീർച്ചയായിട്ടും നമ്മൾ പ്രാമുഖ്യം നൽകും. ഇത്തരത്തിലുള്ള സംഗതികൾ നമ്മൾ തീർച്ചയായിട്ടും പുച്ഛിച്ചു തള്ളും, അതിജീവിക്കും എന്ന് പറഞ്ഞൊരു ഉറച്ച വിശ്വാസം, ദൃഢവിശ്വാസം എടുക്കാൻ എല്ലാ പെൺകുട്ടികളും തയ്യാറാവണം. ഒപ്പം ആൺകുട്ടികളും തീരെ മോശക്കാരാവരുത്, അല്ലേ? തീരെ കൊതിയന്മാരാവരുത്. ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും, എന്ത് വൃത്തികേടും കാണിക്കുന്ന രൂപത്തിലേക്ക് മാരേജ് മാർക്കറ്റിൽ വിലപേശൽ രൂപത്തിലേക്ക് വരന്മാരുടെ അച്ഛന്മാരും അമ്മമാരും ബന്ധുക്കളും കടന്നു വരുന്നത് മ്ലേച്ഛമാണ്. അതിൽ യാതൊരു സംശയമില്ല. ഒരിക്കൽ കൂടി ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, സ്ത്രീധനം ഒരു സാമൂഹ്യ വിപത്താണ്. അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ അറിയിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച ചർച്ച ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.